ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ത്യയിലെ പാസഞ്ചർ കാർ നിർമ്മിക്കുന്നതിൽ മുൻപന്തിയിലുള്ള മാരുതി സുസുക്കി അവരുടെ ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് പുതിയ കാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ വിറ്റാര. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വിറ്റാരയുടെ ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ ഈ വിറ്റാരയിൽ യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി പാക്ക്, ഏത് കമ്പനിയാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത്, അതിലുപയോഗിച്ചിട്ടുള്ള പവർ ട്രെയിൻ മോട്ടറുകളൊക്കെ ഏത് കമ്പനിയാണ് മേക്ക് ചെയ്തിട്ടുള്ളത് തുടങ്ങിയ ടെക്നിക്കൽ ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിന്റെ വില വരുന്നത് എസ്റ്റിമേറ്റഡ് എക്സ് ഷോറൂം പ്രൈസ് ആണ്. 20 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ടാഗ് വരുന്നത്. അപ്പോൾ മാരുതിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാവരും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്നത്. കാരണം ഓൾമോസ്റ്റ് ഓൾറെഡി പല കമ്പനികളും ഈ ഒരു സെഗ്മെന്റിലേക്ക് EV വെഹിക്കിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മാരുതി കുറച്ച് ലേറ്റ് ആയിട്ടാണ് EVയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാകുക? നമുക്കറിയാം, മാരുതി എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണ്. കൂടുതലായിട്ട് അവരുടെ ഒരു സർവീസ് നെറ്റ്വർക്കാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വിഷയം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ മാരുതി യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ, കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബാറ്ററി പാക്ക്, 3 വേരിയന്റിലുള്ള ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനങ്ങളിൽ വരുന്നത്. പ്രധാനമായും 3 വേരിയന്റിലാണ് ഈ ഒരു വാഹനം വരുന്നത്: ഡെൽറ്റ, ആൽഫ, സീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റയിൽ വരുന്നത്, അതിൽ നമുക്ക് 49 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, 2 വീൽ ഡ്രൈവ് മെക്കാനിസമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 142 bhp പവറും 192.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു എനർജി എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 61 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ് വരുന്നത്. 2 വീൽ കോൺഫിഗറേഷനിലാണ് ഈ ഒരു വാഹനത്തിന്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. അത് 172 bhp പവറും 192.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ 61 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കും അതിൽ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് കോൺഫിഗറേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. 2 മോട്ടർ ഉണ്ടാവും. നമുക്കതിൽ ടോട്ടൽ അച്ചീവ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 184 bhp പവറും 300 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ആ ഒരു വേരിയന്റിലുള്ള വാഹനത്തിന്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ടൈപ്പിലുള്ള ബാറ്ററി പാക്കുള്ള വാഹനങ്ങൾ നമുക്ക് ഈ വിറ്റാരയിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു EV വെഹിക്കിൾസിന്റെ അല്ലെങ്കിൽ EV വാഹനത്തിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്. കുറേ ഘടകങ്ങളുണ്ട്, എന്നാൽ എടുത്തു പറയുമ്പോൾ നമുക്ക് അതിന്റെ ബാറ്ററി പാക്കും അതിന്റെ മോട്ടോർ കോൺഫിഗറേഷനുമാണ്. അപ്പോൾ മാരുതി സുസുക്കിയുടെ ഈ വിറ്റാരയുടെ ബാറ്ററി മാനുഫാക്ചറിങ് ചെയ്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാരുതി കമ്പൈൻ ചെയ്ത് വാങ്ങിയിട്ടുള്ളത് BYDയുടെ ബാറ്ററീസ് ആണ് ഈ ഒരു വാഹനത്തിൽ മാരുതി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എടുത്തു പറഞ്ഞൊരു ടെക്നോളജി, 49 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ട്. അതുപോലെ തന്നെ 61 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ട്. അത് നമുക്ക് 2 വീൽ ഡ്രൈവിലും ഓൾ വീൽ ഡ്രൈവിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ LFP എന്ന് പറയും. അതിൽ നമുക്ക് ലിഥിയം അയൺ ഫോസ്ഫറസ് ബാറ്ററിയാണ്. അപ്പോൾ നോർമൽ ലിഥിയം അയൺ ബാറ്ററിയിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിൻ്റെ കാഥോഡ് വരുന്നത് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ആണ്. അതുപോലെ തന്നെ ആനോഡായിട്ട് വരുന്നത് ഗ്രാഫൈറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റ്. നമുക്കറിയാം, ഈ ഒരു വാഹനം അല്ലെങ്കിൽ EV ആകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ബാറ്ററിക്ക് ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് മാക്സിമം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇതിൽ ഈ ഒരു LFP ബാറ്ററിയുടെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെ ഓവർ ഹീറ്റിംഗ് കണ്ടീഷൻ, അതായത് ഹീറ്റ് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബാറ്ററിക്ക് ഉണ്ട്. ഓവർ ഹീറ്റ് ആവാതെ ആ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ ഈ ബാറ്ററി കൊണ്ടുപോകും. അതുപോലെ തന്നെ ലോങ്ങർ ലൈഫ് സ്പാൻ ആണ്. ഏകദേശം 3000 to 5000 ചാർജിങ് സൈക്കിൾ ഈ ബാറ്ററി നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. എസ്പെഷ്യലി ഇന്ത്യൻ വെതർ കണ്ടീഷൻ അനുസരിച്ച് നല്ലൊരു ഔട്ട്പുട്ട് ഈ ഒരു ബാറ്ററി നൽകുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ലിഥിയം അയൺ ബാറ്ററി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു LFP ബാറ്ററി അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ ഒരു സീരീസിൽപ്പെട്ട ബാറ്ററിയാണ്. എക്കോ ഫ്രണ്ട്ലിയാണ്, ചീപ്പറാണ്. നമ്മൾ കമ്പാരിറ്റീവ്ലി ലിഥിയം അയൺ ബാറ്ററി വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചീപ്പറാണ്. കാരണം ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് ബാറ്ററിയുടെ ബാക്കപ്പ് അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പുതിയ സീരീസിൽപ്പെട്ട ഈ ഒരു LFP ബാറ്ററി, ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററി, നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യം മാറ്റി കഴിഞ്ഞാൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോട്ടർ അല്ലെങ്കിൽ ഒരു പവർ ട്രെയിൻ. അപ്പോൾ നമുക്കറിയാം, മാരുതിയും
ടൊയോട്ടയും തമ്മിലൊരു കൊളാബറേഷനിലാണ് നിലവിലിപ്പോൾ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു EV വാഹനത്തിൽ മാരുതി യൂസ് ചെയ്തിട്ടുള്ള പവർ ട്രെയിൻ എന്ന് പറയുന്നത് മാരുതിയും ടൊയോട്ടയും തമ്മിൽ ഒരു ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജി ഷെയർ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു പവർ ട്രെയിനാണ്. അതിന് പറയുന്നത് ഈ ആക്സിൽ ടെക്നോളജി എന്നാണ്. അപ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രോണൈസ് മോട്ടറാണ്. ഈ ആക്സിൽ ടെക്നോളജി ഈസ് എ കോമ്പാക്ട് ഓൾ ഇൻ വൺ ഇലക്ട്രിക് ഡ്രൈവ് സൊല്യൂഷൻ ദാറ്റ് ഇൻറ്റഗ്രേറ്റ്സ് 3 മേജർ കോമ്പണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് പവർ ട്രെയിൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. 3 കാര്യങ്ങളാണ് വരുന്നത്. ഇലക്ട്രിക് മോട്ടർ ഉണ്ട്, provide propulsion, then inverter, convert DC battery power to AC for the motor, then reduction gear, അതായത് ട്രാൻസാക്സിൽ reduce motor speed and delivers torque to the wheels. ഈ ഒരു 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും നല്ല രീതിയിലുള്ള ഒരു പവർ ഔട്ട്പുട്ട് ഈ ഒരു മോട്ടർ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ 49 kWh ആ ഒരു വാഹനത്തിൽ ബാറ്ററി പാക്കുള്ള വാഹനത്തിൽ സിംഗിൾ ആയിട്ടുള്ളൊരു മോട്ടറാണ് കൊടുത്തുള്ളത്. നമുക്കതിൻ്റെ അടുത്ത വേരിയൻ്റ് ആയിട്ടുള്ള 61 kWh വാഹനത്തിൽ 2 വീൽ ഡ്രൈവിലുള്ള വാഹനത്തിൽ ഒരു മോട്ടറും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവുള്ള വാഹനത്തിൽ 2 മോട്ടർ സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 Nm ആണ്. അപ്പോൾ ഈ ഒരു മോട്ടർ നിർമ്മിക്കുന്നത് ബ്ലൂ നെക്സസ് ഓട്ടോമോട്ടീവ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എ ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ സുസുക്കി ആൻഡ് ടൊയോട്ട. അപ്പോൾ ഇത് ഗുജറാത്തിലെ സുസുക്കിയുടെ പ്ലാന്റിലാണ് ഈ ഒരു മോട്ടർ മാരുതി നിർമ്മിച്ചിട്ട് വിറ്റാര EVയിലേക്ക് അസംബിൾ ചെയ്തിട്ട് ഈ ഒരു വാഹനം നിരത്തിലിറക്കുന്നത്. അപ്പോൾ മോട്ടറിൻ്റെ കാര്യത്തിലായാലും ശരി മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള ടെക്നോളജിയിലാണ്. നമുക്കറിയാം മാരുതിയും ടൊയോട്ടയും തമ്മിലുള്ള ചേരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഏതൊക്കെ രീതിയിലായിരിക്കും, മികച്ച രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ BYDയുടെ ബാറ്ററി അത്യാവശ്യം നിലവിലെ കണ്ടീഷനിൽ നല്ല പവർ തരുന്ന, നമുക്ക് കമ്പാരിറ്റീവ്ലി മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ബാറ്ററി സെറ്റപ്പാണ് ഈ BYDയുടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഈ ഒരു EV തരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 400+ അല്ലെങ്കിൽ 500+ ആ ഒരു കാറ്റഗറിയിലാണ് നമുക്ക് വരുന്നത്. ചാർജിങ് സെറ്റപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് DC ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ 10% to 80% ഫുള്ളാകാൻ വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി 35 മിനിറ്റ്സ് ആണ് കമ്പനി പറയുന്നത്. നമുക്ക് ഹോം ചാർജിങ് AC ഹോം ചാർജിങ്ങിലാണെങ്കിൽ ഫുൾ ചാർജ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏകദേശം 6 hours ആണ് കമ്പനി പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ ഒരു വാഹനത്തിൽ. എയറോഡൈനാമിക്കലി ഡിസൈനിലാണ് ഈ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ള വാഹനത്തിൻ്റെ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. LED ലാമ്പുകളും DRLs ഒക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ കളർ തീമാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ വരുന്ന രീതിയിലാണ് വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പനോറമിക് സൺറൂഫ്, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകൾ, ആംബിയൻ ലൈറ്റ് സെറ്റപ്പ്, മൾട്ടിപ്പിൾ തീംസിൽ ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായി നോക്കിക്കഴിഞ്ഞാൽ 7 എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അതുപോലെ എടുത്തു പറയേണ്ട ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. 360-degree ക്യാമറ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. വയർലെസ് ഫോൺ ചാർജിങ്, മൾട്ടിപ്പിൾ USB Type-C പോർട്ടുകളൊക്കെ ഈ ഒരു വാഹനത്തിൽ, ഡിജിറ്റൽ കീ വിത്ത് സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേഷനൊക്കെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫേസ് റെക്കഗ്നൈസേഷൻ, വോയിസ് കമാൻഡ്, ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. നമുക്കറിയാം EV വാഹനമാകുന്ന സമയത്ത് കൃത്യമായി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ അവൈലബിൾ ആവണം. പല സ്ഥലങ്ങളിലും ഇപ്പോൾ അത് ഉണ്ട്. പക്ഷേ മാരുതി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് 100 സിറ്റീസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് EV ചാർജിങ് സ്റ്റേഷൻസ്. ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉള്ള സ്റ്റേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പല സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അഡീഷണലി സർവീസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ഒരു വാഹനത്തിൻ്റെ സർവീസാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി സെയിൽസിൽ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റോഡിലൂടെ സുഗമമായി ഓടിച്ചു കൊണ്ട് നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാരുതി പ്ലാൻ ചെയ്യുന്നത് 1500 EV എനേബിൾഡ് സർവീസ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് മാരുതി ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഉള്ള സർവീസ് സെൻറ്ററിൽ വർക്കുകൾ നടക്കും. പക്ഷേ അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ് ആയിട്ട് ഈ ഒരു സർവീസ് സ്റ്റേഷനും കൂടി മാരുതി പ്ലാൻ ചെയ്യുന്നുണ്ട്. പലതും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാരുതിയുടെ EVയെ സംബന്ധിച്ച് ഇതിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി BYDയുടെ ആണ്. അതുപോലെ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടർ മാരുതിയും ടൊയോട്ടയും തമ്മിൽ
ചേർന്ന് ടെക്നോളജി ഷെയർ ചെയ്ത് നിർമ്മിച്ച ഒരു മോട്ടറാണ്. പിന്നെ മാരുതിയുടെ ടെക്നോളജിയും കൂടി വരുന്ന സമയത്ത് ഈ ഒരു വാഹനം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു EV തന്നെയാകും എന്നതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് മാരുതി സുസുക്കി പുറത്തിറക്കുന്ന പുതിയ വാഹനമായ ഈ വിറ്റാരയുടെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.